മനുഷ്യജീവിതത്തിന് അർത്ഥമുണ്ടാവുന്നത് എപ്പോഴാണ്? മനുഷ്യജീവിതം അത് ജീവിതമാണെന്ന് നമുക്ക് ബോധ്യം വരുന്നത് എപ്പോഴാണ്? പറയുന്നു, യാവതന്യം നവിന്ദേത വിവിധാനേന കർമ്മണാം മനയേവ മനുഷ്യേന്ദ്ര ഭൂതാനം ഭവഭാവനം. ഈ മനസ്സ് ഉണർന്ന്, മനസ്സ് പ്രവർത്തിച്ച്, മനസ്സ് ഉറങ്ങുന്നത് വരെയാണ് മനുഷ്യജീവിതം വാസ്തവത്തിൽ അർത്ഥവത്തായിത്തീരുന്നത്. മനസ്സ് ഉണർന്നില്ല എങ്കിൽ, മനസ്സ് പ്രവർത്തിക്കുന്നില്ല എങ്കിൽ ഈ ജീവിതം ഉണ്ടെന്ന് പോലും നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. ശരിയല്ലേ ഇത്? അപ്പൊ മനസ്സിൽ നിന്നാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്, നമുക്ക് ബോധ്യം വരുന്നത്. മനസ്സുള്ളത് കൊണ്ടാണ് ഈ ശരീരത്തിലൂടെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. മനസ്സ് കെട്ടടങ്ങിയോ കഴിഞ്ഞു കഥ പറയാൻ. അപ്പോ മനസ്സാണ് ഇതിനെല്ലാം അടിത്തറയെങ്കിൽ ആ മനസ്സിനെ നമ്മൾ മനസ്സിലാക്കി ജീവിക്കണം എന്നിവിടെ ഭാഗവതം ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ഭവഭാവനം, നമ്മുടെ എല്ലാ സുഖദുഃഖങ്ങൾക്കും കാരണം അതെല്ലാം ഇരിക്കുന്നത് മനസ്സിലാണെന്ന് നല്ലവണ്ണം ബോധിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ എന്ന് പറഞ്ഞിട്ട് ഈ മനസ്സിനെയാണ് നമ്മൾ ഓരോരുത്തരും മാനേജ് ചെയ്യാൻ പരിശീലിക്കേണ്ടത്. വാസ്തവത്തിൽ ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് മരിക്കുന്നത് വരെ നമ്മുടെ മനസ്സിനെ നാം മനസ്സിലാക്കി അതിനെ എങ്ങനെ കൊണ്ടു നടക്കണം എന്ന് വിവേകത്തോടുകൂടി മനസ്സിലാക്കി അത് കൊണ്ടു നടക്കലാണ്. അപ്പോ അനുഭവങ്ങളുടെ ഒഴുക്കിലൂടെ നാം ഒഴുകുമ്പോൾ, ജീവിതത്തിന്റെ യാത്രയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പല പല അനുഭവങ്ങളും, ചിലതെല്ലാം നമ്മളെ സുഖിപ്പിക്കും, ചിലതെല്ലാം നമ്മളെ വേദനിപ്പിക്കും, ചിലതെല്ലാം കരയിപ്പിക്കും, ചിലതെല്ലാം അസ്വസ്ഥമാക്കും, ചിലതെല്ലാം നമുക്ക് ധൈര്യം തരും, ചിലതെല്ലാം നമ്മുടെ ധൈര്യം ചോർത്തും. ഇങ്ങനെ പല പല അനുഭവങ്ങളും നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് അതിനോടൊക്കെ ഏറ്റുമുട്ടുന്നത് ശരീരമല്ലെന്നും അതിനോടൊക്കെ ഏറ്റുമുട്ടുന്നത് എൻ്റെ മനസ്സാണെന്നും നമുക്ക് കണ്ടെത്താൻ സാധിക്കണം. അനുഭവങ്ങളല്ല നമ്മളെ വീഴ്ത്തുന്നതും തളർത്തുന്നതും അസ്വസ്ഥരാക്കുന്നതും. അനുഭവങ്ങളോട് എങ്ങനെ ഞാൻ പ്രതികരിക്കുന്നു എന്നതിനനുസരിച്ചിട്ടായിരിക്കും എൻ്റെ ജീവിത അനുഭവങ്ങൾ. അപ്പൊ നമ്മൾ പറയുകയാണ്, ചുറ്റുപാട് എന്നെ തളർത്തുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഭാര്യയെ മരിച്ചപ്പോൾ ഭർത്താവ് തളരണോ എന്ന് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഭർത്താവ് മരിക്കുമ്പോൾ ഭാര്യ തളരണോ എന്ന് പറയുമ്പോൾ ഭർത്താവിന്റെ മരണമല്ല ഭാര്യയെ തളർത്തിയത് പറയണം. ആ മനസ്സ് അങ്ങനെയാണ് അതിനെ കണക്കാക്കിയിരിക്കുന്നത്. അപ്പോ മനസ്സുകൊണ്ട് അങ്ങനെ കൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരാളുടെ മരണം മറ്റൊരാളെ തളർത്തിയെന്ന് വരും. നേരെ മറിച്ച് നാം മനസ്സിനെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ എത്രയോ അനുഭവങ്ങളിലൂടെ ഞാനും നിങ്ങളും കടന്നുപോയിട്ടുണ്ട്. ഈ ശരീരം തന്നെ പലപ്പോഴും ജനിച്ചു മരിച്ചിട്ടുണ്ട്. ശിശുവിന്റെ ശരീരം മരിച്ചു, ബാല്യം മരിച്ചു, ഇങ്ങനെ ഓരോന്ന് മരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശരീരവുമായി ബന്ധപ്പെട്ടവരും മരിച്ചു പോകാൻ ബാധ്യസ്ഥരല്ലേ? അത് പ്രകൃതിയുടെ നിയമമല്ലേ, കാലത്തിന്റെ നിശ്ചയമല്ലേ എന്നൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതിലൊന്നും ജനിച്ചു മരിക്കാത്തൊരു മനസ്സ് ഇപ്പോഴും എന്റെ കൂടെയുണ്ടെങ്കിൽ മനസ്സിന് ജനന മരണങ്ങളില്ല എന്നൊരു ബോധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ മനസ്സിനെ ഉൾക്കൊള്ളുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് ആര് മരിച്ചാലും ആര് മരിച്ചില്ലെങ്കിലും അവരുടെ മനസ്സും മരിക്കുന്നില്ല, എന്റെ മനസ്സും മരിക്കുന്നില്ല, പിന്നെ ഞാൻ ദുഃഖിക്കേണ്ട ഒരാവശ്യവും ഇല്ല എന്നൊരു ബോധ്യത്തിലേക്ക് സ്വയം ഉണരാനും ഉയരാനും തന്നെ ഉയർത്താനും സാധിക്കുന്നവരെയാണ്. ഇതൊക്കെ തന്നെ ജീവിതത്തിൽ നമ്മളെ അനുഗ്രഹിക്കുള്ളൂ പറയാണ്. അതിനാണ് നമ്മൾ ഈ ഭാഗവതമൊക്കെ ശരിക്കും സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടത്. ഏതായാലും ഇങ്ങനെ ആ തലങ്ങളിലേക്ക് ഉയരാൻ എന്തു വേണം? ഒരു തപസ് വേണം. ഇവിടെ പ്രചേതസ്സുകളുടെ തപസ്സിനെ നമുക്ക് കാണിച്ചു തരികയാണ്. ഇവിടെ ഈ അറിവിലേക്ക് ഉയർന്നവരൊക്കെ തപസ് ചെയ്തവരാണ്. വെറുതെ ഇരുന്നാൽ ഈ കാര്യങ്ങളൊന്നും ബോധ്യം വരില്ല എന്ന് പറയാണ്. എന്ത് തപസ്സാണ് നമ്മൾ ചെയ്യേണ്ടത്? രാവിലെ തന്നെ അമ്പലത്തിൽ പോയി കുറെ പ്രദക്ഷിണം വെച്ച് നാമം ചൊല്ലുന്നതും അതൊരു തപസ്സാണ്, ഒരു തപസ്സിന്റെ ഭാഗമാണ്. അതിനേക്കാളും സൂക്ഷ്മമായ തപസ് ശാസ്ത്രങ്ങളെ നല്ലവണ്ണം ശ്രവണം ചെയ്ത് നല്ലവണ്ണം മനസ്സിലാക്കി അതിന്റെ ദൃഷ്ടിയിലൂടെ നമ്മളെ മനസ്സിലാക്കി നമ്മളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കലാണ്. അപ്പൊ ഞാനെന്ന് പറയുന്ന വ്യക്തിത്വം, ഒരാണായും പെണ്ണായും ഇരിക്കുന്ന വ്യക്തിത്വം ആണെന്നും പെണ്ണെന്നും പറയിപ്പിക്കുന്നതൊരു ആണും പെണ്ണുമല്ലാത്ത മനസ്സാണ്. ജനനമരണമുള്ള ഈ വ്യക്തിത്വത്തിന് സത്യത്വം കൊടുക്കുന്നത് ജനനമരണമില്ലാത്തൊരു മനസ്സാണ്. കാലത്തിന്റെ നിയമത്തിലൂടെ കടന്നുപോകുന്ന ഈ ശരീരം പല പ്രായങ്ങളിലൂടെയും കടന്നുപോകുമ്പോഴും അല്പം പോലും പ്രായം സ്പർശിക്കാത്തൊരു മനസ്സുമായിട്ടാണ് ഞാനിവിടെ ജീവിക്കുന്നത്. ഈ ബോധമൊക്കെ നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അതിന്റെ ദൃഷ്ടിയിൽ നമ്മുടെ ജീവിതത്തെ കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും
നമുക്ക് കാണാം, ശരീരമല്ല നമ്മുടെ ജീവിതത്തെ കുഴപ്പമുണ്ടാക്കുന്നത്, ശരീരത്തെ കൊണ്ടു നടക്കുന്ന മനസ്സ് തന്നെയാണ് നമുക്ക് കാണാം. അങ്ങനെ പറഞ്ഞുകൊടുത്ത് ഈ ഭാഗങ്ങളൊക്കെ ഉപസംഹരിപ്പിച്ച് നമ്മൾ 5-ാമത്തെ സ്കന്ധത്തിലേക്ക് കിടക്കുകയാണ്. 5-ാമത്തെ സ്കന്ധം പ്രിയവ്രത വംശത്തിന്റെ കഥയാണ്. അപ്പൊ എല്ലാവരെയും ആദ്യം ദേവഹൂതിയുടെ ചരിതം പറഞ്ഞു, പിന്നെ ആകൂതിയുടെ ചരിതം ഒന്ന് തൊട്ടുവെച്ചു പോയി, പിന്നെ പ്രസൂതി ചരിതം വളരെ വിസ്തരിച്ച് പറഞ്ഞു, ദക്ഷന്റെ കഥയും അതിലുണ്ടായ കുട്ടികളുടെയൊക്കെ കഥ. അതിനുശേഷം ഉത്താനപാദന്റെ ചരിതം പറഞ്ഞു. ഇനി 5-ാമത്തത് പ്രിയവ്രതന്റെ കഥ പറയാണ്. 5 മക്കളാണല്ലോ സ്വയംഭൂ മനുവിന്. ഞാൻ നേരത്തെ പറഞ്ഞു, അറിയാഞ്ഞാൽ ഇത് മനസ്സിലാവില്ല എന്ന്. സ്വയംഭൂവാണ് ആദ്യത്തെ മനുഷ്യപ്രജയായിട്ട് വന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയായിരുന്നു ശതരൂപാദേവി. അതിൽ 5 മക്കളുണ്ടായി, 3 പെൺകുട്ടികളും 2 ആൺകുട്ടികളും. ഈ കഥകളൊക്കെ നമുക്ക് അടിസ്ഥാനപരമായി ഓർമ്മ വേണം, എന്നാലേ ഇത് പറയുന്നത് മനസ്സിലാവുള്ളൂ. ശരി, അങ്ങനെ പ്രിയവ്രതൻ കല്യാണം കഴിക്കാനുള്ള പ്രായമൊക്കെ ആയപ്പോ അച്ഛൻ പറഞ്ഞു, മോനെ കല്യാണം കഴിക്കുക, രാജ്യഭാരമൊക്കെ ഏറ്റെടുക്കുന്നു. ഉടനെ കുട്ടി പറയുകയാണ്, അച്ഛൻ എനിക്ക് അതിലൊന്നും താല്പര്യമില്ല. കുട്ടിക്ക് ചെറുപ്പത്തിലെ നാരദ മഹർഷിയെ പോലുള്ള മഹാത്മാക്കളുമായി സമ്പർക്കം വന്നപ്പോ വിവാഹത്തോടൊന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല, അതുപോലെ രാജ്യഭരണത്തോടും താല്പര്യം ഉണ്ടായിരുന്നില്ല. അച്ഛനോട് പറഞ്ഞു, അച്ഛാ എന്നെ നിർബന്ധിക്കേണ്ട, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നില്ല, ഞാൻ രാജ്യഭരണം ഏറ്റെടുത്ത് രാജാവാൻ പോകുന്നില്ല, അതുകൊണ്ട് വേണ്ടാത്തതിനൊന്നും എന്നെ പ്രേരിപ്പിക്കരുതെന്ന്. അച്ഛൻ കുറെ ഉപദേശിച്ചു നോക്കി, നടക്കുന്നില്ല. അവസാനം ബ്രഹ്മാവ് അങ്ങോട്ട് കടന്നു വരികയാണ്, സ്വയംഭൂമനുവിന്റെ പിതാവ്. ബ്രഹ്മാവ് കുട്ടിയോട് പറയാണ്, കുട്ടി നീ വിവാഹം കഴിക്കുന്നില്ല, രാജ്യഭാരം ഏറ്റെടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, വാസ്തവത്തിൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ ഓരോരുത്തരും ഇങ്ങോട്ട് വന്നത് ഒരു മനസ്സുമായിട്ടാണ്. ആ മനസ്സിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാമമുണ്ട്, ക്രോധമുണ്ട്, ലോഭമുണ്ട്, മോഹമുണ്ട്, മതമുണ്ട്, മാത്സര്യമുണ്ട്, എല്ലാ വികാരങ്ങളും അതിലുണ്ട്. സന്ദർഭം വരുമ്പോൾ അതൊക്കെ പൊട്ടി ഉണരും. നമ്മളെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരാൾ മുന്നിൽ നിന്നാൽ, ഇപ്പൊ ഇവിടെ ഇരുന്ന ഒരു കുട്ടി ബഹളം വെച്ചാൽ, നിങ്ങളിങ്ങനെ ഭാഗവതം വായിക്കുമ്പോൾ കുട്ടി ബഹളം വെച്ച് കഴിഞ്ഞാൽ ഉടനെ ദേഷ്യം എന്നുള്ളൊരു വികാരം ഉള്ളിലേക്ക് കയറി വരും. എന്തിനാ അവൻ ദേഷ്യം ഇതാക്കണതെന്ന്. അല്ലെങ്കിൽ പെട്ടെന്ന് കറണ്ട് ഉണ്ടായിട്ട് ഫാൻ ആരെങ്കിലും ഇവിടെ വന്നിട്ട് ഫാൻ ഓഫ് ചെയ്തു എന്ന് വിചാരിക്കുക. കറണ്ട് ഉണ്ട്, ലൈറ്റൊക്കെ കത്തുണ്ട്, ഫാൻ മാത്രം കറങ്ങുന്നത്, അത് ഉച്ച സമയം. ആ സമയത്ത് നമുക്ക് ഇറിറ്റേഷൻ വരും. ആരാ ഇത് ചെയ്തത്? ഇവിടെ ആരുമില്ലേ ചോദിക്കാനും പറയാനും? എന്താ അങ്ങനെ ഒരു വിചാരം? ഞങ്ങളിവിടെ ഭാഗവതം വായിക്കും. അതിങ്ങനെ ആരോടും പറഞ്ഞില്ലെങ്കിലും ഉള്ളിൽ ഇങ്ങനെ പൊങ്ങി വരും. സത്യം, അത് നമ്മൾ വിചാരിച്ചിട്ടല്ല, താനെ പൊങ്ങി വരുന്നതാണ്. അതെന്തിനാ ഫാനൊന്നും ഓഫ് ചെയ്യണ്ട, നമ്മൾ ഇരിക്കുന്ന സീറ്റിലൊന്ന് ബാത്റൂമിൽ പോയി തിരിച്ചു വരുമ്പോഴേക്കും ആരെങ്കിലും കയറിയിരുന്നാൽ അപ്പൊ തുടങ്ങും ഇറിറ്റേഷൻ. ഇതാരാ ഇവിടെ വന്ന് കയറിയിരിക്കാൻ പറഞ്ഞത്? വേറെ എവിടെ സ്ഥലം കണ്ടില്ലേ? ഞാൻ അവിടെ പുസ്തകം വെച്ചില്ലേ? ഇതാണ് അതിന്റെ സ്വഭാവം. അപ്പം നമ്മൾ വിചാരിച്ചിട്ടല്ല, ആ സന്ദർഭങ്ങൾ, സാഹചര്യങ്ങൾ, ഉള്ളിലുള്ള വികാരങ്ങളെ ഇങ്ങനെ തൊട്ടുണർത്തുന്നു പറയണം. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇതൊക്കെ കടന്നു വരും. അതുകൊണ്ട് ഉണ്ണി ഇത് ആദ്യം തിരിച്ചറിയണം. നീ കല്യാണം കഴിച്ചു വെച്ചിട്ട് നിനക്ക് ഭാര്യ ശത്രുവൊന്നുമായി തീരാൻ പോകുന്നില്ല, നീ ജീവിതത്തിൽ നിന്ന് പരാജിതനൊന്നും ആവാൻ പോകുന്നില്ല. കാമം, ക്രോധം, ലോഭം ഇവരൊക്കെയാണ് ശത്രു എന്ന് തിരിച്ചറിഞ്ഞ് ഇവരെ ഭയന്നിട്ട് നീ എവിടെ പോയിരുന്നിട്ടും കാര്യമില്ല. ഇവരെയാണ് നമുക്ക് പരിവർത്തനം ചെയ്യേണ്ടത്. 11 വേണം, പോയി കല്യാണമൊക്കെ കഴിച്ച് നീ രാജ്യമൊക്കെ ഭരിച്ച് എന്നിട്ട് അതിലൂടെയൊക്കെ കടന്നു പോകും. അനുഭവങ്ങളുമായി ഏറ്റുമുട്ടിക്കൊണ്ട് മനസ്സിനെ മനസ്സിലാക്കിയിട്ട് മനസ്സിനെ പക്വതയിലേക്ക് ഉയർത്താനാണ് കുട്ടി ശ്രമിക്കേണ്ടത്. അല്ലാതെ മാറി നിന്നൊരു ഭാഗത്ത് ഒളിച്ചിരുന്നത് കൊണ്ടൊന്നും ജീവിതത്തിൽ രക്ഷപ്പെടാൻ വിചാരിക്കേണ്ടതാണ്. നമ്മളിപ്പോ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. കാരണം ആരോട് ഏറ്റുമുട്ടാൻ മനസ്സ്? എന്നാൽ 4-5 ആളുകളുടെ കൂടെ ഒന്ന് ജീവിച്ചു നോക്കൂ. ഒരാൾ വലത് പറയുമ്പോൾ ഒരാൾ ഇടത് പറയാ, ഒരാൾ പോസിറ്റീവ് പറയുമ്പോൾ ഒരാൾ നെഗറ്റീവ് പറയാ, ഒരാൾ അത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരാൾ ചെയ്യരുതെന്ന് പറയാ, ഒരാൾ ഇടത്തോട്ട് എന്ന് പറയുമ്പോൾ ഒരാൾ വലത്തോട്ട്, ഇങ്ങനെയൊക്കെ കൂടി തലങ്ങും വിലങ്ങുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴാണ് മനസ്സിന്റെ കുഴപ്പം നമ്മൾ തിരിച്ചറിയുക. അതുവരെ നമ്മൾ അറിയില്ല പറയാണ്. അതുകൊണ്ട് കുട്ടി, നീ വിവാഹമൊക്കെ കഴിച്ച് രാജ്യം ഭരിക്കുമ്പോൾ നീ നോക്ക്, നിന്റെ മനസ്സിൽ എത്ര കാമമുണ്ട്, ക്രോധമുണ്ട്, ലോഭമുണ്ട്, മോഹമുണ്ട്, മതമുണ്ട്, മാത്സര്യമുണ്ട്. ഇതൊക്കെ പറഞ്ഞ് ഉപദേശമൊക്കെ കൊടുത്തു. പ്രിയവ്രതൻ മുത്തശ്ശന്റെ ഉപദേശമൊക്കെ സ്വീകരിച്ച് കല്യാണം കഴിക്കാൻ നിശ്ചയിച്ചു. ഭാഗവതം പറയുന്നു, ആദ്യം കല്യാണേ വേണ്ടെന്ന് പറഞ്ഞ പാർട്ടിയാണ്, പിന്നെ 2 കല്യാണം കഴിച്ചു വരികയാണ്. ആദ്യം ഒന്നും തന്നെ വേണ്ടാത്ത വ്യക്തി സന്ദർഭം വരുമ്പോൾ അപ്പൊ ഉള്ളിൽ എത്ര കാമമുണ്ട്, അല്ലാതെ ഇപ്പൊ കല്യാണം കഴിക്കില്ലല്ലോ. ഏതായാലും കല്യാണമൊക്കെ കഴിച്ച് അതില് 7 പുത്രന്മാരുണ്ടായി എന്നാണ് കഥ. ഈ കാലഘട്ടത്തിൽ പ്രിയവ്രതൻ രാജ്യം ഭരിക്കുമ്പോൾ ഭൂമിയെ 7 വട്ടം അദ്ദേഹം പ്രദക്ഷിണം വെച്ചു അത്രേ.
അന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഈ ഭൂമി ഉരുണ്ടതാണെന്നും ഇതിൽ 7 ദ്വീപുകളുണ്ടെന്നും 7 സാഗരങ്ങളുണ്ടെന്നൊക്കെ മനസ്സിലായി എന്നാണ് ഭാഗവതം പറയുന്നത്. ഓരോ സാഗരത്തിന്റെയും വെള്ളത്തിന്റെ ടേസ്റ്റ് പോലും അദ്ദേഹത്തിന് അറിയാമായിരുന്നു എങ്കിൽ നമുക്ക് ഭാഗവതം ഇവിടേക്കാണ് ആ മഹത്വമായിരുന്നുള്ള ഒരു കാലഘട്ടത്തെ നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ലോകത്തിന്റെ അവസ്ഥകളെക്കുറിച്ച് ശാസ്ത്രജ്ഞന്മാരെ ചിന്തിക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഒരു ഉപകരണങ്ങളുമില്ലാതെ ഈ ലോകത്തിന്റെ അല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ ഘടനയെക്കുറിച്ച് നമ്മുടെ പൂർവികന്മാർക്ക് മനസ്സിലായിരുന്നു. സൗരയൂഥം, പ്രപഞ്ചം എന്നീ വ്യവസ്ഥകളെക്കുറിച്ച് ഇന്ന് ശാസ്ത്രജ്ഞന്മാര് ആകെ കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ്. ഈ പ്രപഞ്ചം എന്ന വ്യവസ്ഥയിൽ സൂര്യനും 9 പ്രധാന ഗ്രഹങ്ങളും പിന്നെ കോടാനുകോടി നക്ഷത്രങ്ങളും മാത്രമാണോ, അതോ ഇതിനപ്പുറവും ഇനി സൂര്യന്മാരുണ്ടോ, വേറെയും ഭൂമിയുണ്ടോ, വേറെയും ചന്ദ്രനുണ്ടോ, വേറെയും എവിടെയെങ്കിലും ഈ സൗരയൂഥത്തിൽ എവിടെയെങ്കിലും മനുഷ്യജീവിതം ഉണ്ടോ? ഇതിനെക്കുറിച്ചൊന്നും ഒരു വ്യക്തത ഇതുവരെ ശാസ്ത്രജ്ഞന്മാർക്ക് പോലും വന്നിട്ടില്ല. ഇന്നലത്തെ പത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു റിപ്പോർട്ടുണ്ട്. റിപ്പോർട്ടിൽ ഇതാ പറയുന്നത്, ഈ ഇന്ന് നമ്മൾ കണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾക്ക് അപ്പുറം, സൗരയൂഥത്തിന് അപ്പുറം മറ്റൊരു ഗ്രഹം കൂടി അവ്യക്തമായി അവർക്ക് കാണാൻ സാധിച്ചു എന്നാണ്. അപ്പോ നമ്മുടെ പൂർവികന്മാർ എന്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടോ, അനേകം കോടികൾ സൂര്യന്മാർ ഈ ഈ സൗരയൂഥ വ്യവസ്ഥയിലുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് അതിനെ ബ്രഹ്മാണ്ഡം എന്നൊക്കെ പൂർവികന്മാരെ വിളിച്ചിരിക്കുന്നത്. ഏറെക്കുറെ നമ്മുടെ പൂർവികന്മാർ പറഞ്ഞിടത്തേക്കാണ് ശാസ്ത്രജ്ഞന്മാർ ഓരോ കണ്ടുപിടിക്കുമ്പോഴേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നോക്കൂ, അവരുടെ ആ പൂർവികരുടെ സൂക്ഷ്മ ദൃഷ്ടി എത്ര ഗംഭീരമായിരുന്നു എന്നുള്ളത്. പോട്ടെ, അതിലേക്ക് കടക്കണ്ട, അത് നമ്മുടെ വിഷയമല്ലല്ലോ. നമുക്ക് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഭാഗവതം നമ്മൾ പഠിക്കുന്നത്. ഏതായാലും കൂട്ടത്തിൽ അതും കൂടി മനസ്സിലാക്കി വയ്ക്കുക. നമ്മുടെ പൂർവികന്മാര് സൂക്ഷ്മജ്ഞാനത്താൽ കണ്ടെത്തിയത് പലതും പരമാർത്ഥമാണെന്ന് ഉപകരണങ്ങളിലൂടെ ഇന്ന് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂർവികന്മാരൊക്കെ കേമന്മാരായിരുന്നു, ഋഷീശ്വരന്മാരൊക്കെ. അവർക്കൊരു ഭാഗത്തിരുന്നാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാവുമായിരുന്നു. അതിനെന്താ കാരണം, അത് നമുക്ക് പിന്നീട് നോക്കാം. അങ്ങനെ പ്രിയവ്രതൻ കല്യാണമൊക്കെ കഴിച്ച് അദ്ദേഹത്തിന് 7 മക്കളുണ്ടായെന്ന് പറഞ്ഞു. 7 മക്കളെയും രാജ്യഭാരമേൽപ്പിച്ച് 7 ദ്വീപുകളേൽപ്പിച്ച് അദ്ദേഹം വാനപ്രസ്ഥത്തിന് വേണ്ടി തപസ്സിന് പോയി എന്നാണ്. അപ്പൊ നമ്മുടെ പൂർവികന്മാരുടെ മറ്റൊരു മഹത്വമാർന്ന ജീവിതം അതായിരുന്നു. എല്ലാ സുഖഭോഗങ്ങളും വേണ്ട വിധത്തിൽ അനുഭവിച്ച് ഒരു ദിവസം എല്ലാം തന്റെ മക്കളെ ഏൽപ്പിച്ച് അവിടെ നിന്നും വനത്തിലേക്ക് കടന്നു പോകുന്നൊരു ജീവിതം. മരവുരി ഉടുത്തുകൊണ്ട് ഒരു ബന്ധങ്ങളുമില്ലാതെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിത രീതി നമ്മുടെ പൂർവികന്മാർ അവലംബിച്ചിരുന്നു. അതെങ്ങനെ സാധിച്ചു അവർക്ക്? ജീവിതത്തിലൂടെ ജീവിക്കുമ്പോൾ തന്നെ അവർക്കറിയാമായിരുന്നു ഈ ലോകജീവിതം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു താൽക്കാലികമായ അവസ്ഥ മാത്രമാണ്, ഒരു പെർമനൻസി ഇതിനില്ല എന്നുള്ളത്. അപ്പൊ ജീവിതത്തിൽ പൂർണ്ണവും നിത്യവും ശാശ്വതവുമായ സുഖം, സംതൃപ്തി ഇതൊക്കെ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ലോകവുമായി മനസ്സിനെ ബന്ധപ്പെടുത്തിയിട്ട് കാര്യമില്ല. ലോകത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തി തന്നെ താനാക്കുന്ന ഈശ്വര ചൈതന്യവുമായി ചേർത്ത് വയ്ക്കണം എന്ന് മനസ്സിലാക്കിയിട്ട് ലോകജീവിതത്തിൽ നിന്ന് മനസ്സിനെ മാറ്റിയെടുത്ത് തൻ്റെ ഈശ്വര സത്തയിലേക്ക് മനസ്സുയർത്തിയവരാണ് അവർ. വളരെ ശ്രദ്ധിക്കണേ, എപ്പോഴും ഇത് മനസ്സിലാവുള്ളൂ. 2 കാര്യങ്ങൾ അവർക്ക് മനസ്സിലായി. ഒന്ന് മനസ്സിന്റെ അവസ്ഥയും, 2 മനസ്സിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടതെന്നും അവർക്ക് മനസ്സിലായി. സയൻസ് മനസ്സിലായി എന്ന് പറയാണ്. മനസ്സിന്റെ അവസ്ഥയിലേക്ക് അവർ നോക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി മനസ്സെന്ന് പറയുന്നത് അത്യന്തം ചഞ്ചലമാണ്. എന്ന് വെച്ചാൽ ഇവിടെ ഇരുന്നു കൊണ്ട് 100,000 കാര്യങ്ങളെ ചിന്തിക്കാൻ മനസ്സിന് സാധിക്കും. നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ചിന്തിക്കാം, ഇവിടെ ഇരുന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ബന്ധുക്കളുടെ കാര്യങ്ങൾ ചിന്തിക്കാം. ഇതൊക്കെ മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. എവിടെയെങ്കിലും ഒരു റെഫറൻസ് ഞാൻ അമേരിക്കയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും അമേരിക്കയിലുണ്ടെങ്കിൽ നിങ്ങൾ അപ്പം അങ്ങോട്ട് പോയി, എന്റെ മോൻ അവിടെയെങ്കിലും അവൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവോ, എണീറ്റിട്ടുണ്ടാവോ, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതൊരു സ്ഥലത്തിനെക്കുറിച്ച് പറഞ്ഞ അപ്പം മനസ്സ് അവിടേക്ക് പോയി. നമ്മൾ ആയിട്ട് ബന്ധപ്പെട്ട വല്ലവരും അവിടെ ഉണ്ടെങ്കിൽ ശരിയല്ലേ? സിനിമയെക്കുറിച്ച്, ടിവിയെക്കുറിച്ച് പറയേണ്ട താമസമേ ഉള്ളൂ. മനസ്സ് കണ്ട സീരിയലിലേക്കൊക്കെ കടന്നു പോകും. മനസ്സിന്റെ അവസ്ഥ ഇതാണ്, അനവസ്ഥിതെന്നാണ്. ഒന്നിലും ഉറപ്പില്ല. അതിങ്ങനെ ഓടിച്ചാടി നടക്കും. ഒരു കുരങ്ങന്റെ സ്വഭാവമാണ് മനസ്സ് എന്ന് പറയും. അങ്ങനെയുള്ള മനസ്സിനെ, ചഞ്ചലമായ മനസ്സിനെ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്?
അതും അവർക്ക് മനസ്സിലായി. മനസ്സിനെ എവിടെയെങ്കിലും ഒന്ന് കെട്ടിയിട്ടാലേ മനസ്സിനെ മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിനെ നിയന്ത്രിക്കുകയല്ല, മനസ്സിനെ ഒരു ഭാഗത്ത് ഉറപ്പിച്ചു വയ്ക്കുക. എവിടെയാണ് ഉറപ്പിച്ചു വയ്ക്കുക? അവർക്ക് മനസ്സിലായി, ഒരു പശുവിനെ കുറ്റിയിൽ കെട്ടിയിടുന്നത് പോലെ മനസ്സിനെ കെട്ടിയിടണം. ഒരു കുറ്റി അടിച്ചിട്ട് അതിൽ കയറുകൊണ്ട് ഒരു പശുവിനെ കെട്ടിയിട്ടാൽ പശു എങ്ങോട്ടൊക്കെ ഓടിയാലും എവിടേക്കൊക്കെ നടന്നു പോയാലും ആ കുറ്റിയിൽ നിന്ന് ഒരിക്കലും പശുവിന് വേർപെട്ടു പോകാൻ സാധ്യമല്ല. ഇതുപോലെ അവർക്ക് മനസ്സിലായി, മനസ്സ് 100,000 കാര്യങ്ങളെ ചിന്തിച്ചോട്ടെ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ മനസ്സ് എന്നിലിരിക്കുന്ന ഈശ്വര ചൈതന്യത്തെ മാത്രം വിട്ടുപോകരുത്, ഭഗവത് ചൈതന്യത്തെ മറന്നു പോകരുത്, ഭഗവത് സ്മരണം വിട്ടുപോകരുത്, ആ പ്രേമത്തിൽ നിന്ന് മനസ്സകന്നു പോകരുത്. ഇതവർ മനസ്സിലാക്കി. അതുകൊണ്ട് ഭഗവാനുമായിട്ട് മനസ്സിനെ കെട്ടിയിടാൻ അവർക്ക് സാധിച്ചു എന്ന് പറയണം. ഇത് രണ്ടും നമ്മൾ പരിശീലിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ എളുപ്പം നമുക്ക് ശാന്തിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. സമാധാനം, സ്വസ്ഥത, ശാന്തി, സന്തോഷം, ആനന്ദം, ഇതെല്ലാം ഈശ്വരനിലാണ് ഇരിക്കുന്നതെങ്കിൽ ആ ഈശ്വരനുമായി മനസ്സിനെ കെട്ടിയിടുമ്പോഴാണ് നമുക്കിതൊക്കെ ആന്തരികമായി അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇത് നമ്മൾ പരിശീലിച്ചുകൊണ്ടേയിരിക്കണം. ഇതൊരു രാത്രി കൊണ്ടോ ഒരു ദിവസം കൊണ്ടോ വരുന്നതല്ല. മനസ്സിങ്ങനെ പുറത്തേക്ക് പോയി പലതിനെക്കുറിച്ചും ചിന്തിച്ച് ഇനി തന്നെ താനാക്കുന്ന ഈശ്വര ചൈതന്യത്തെ സ്മരിക്കണമെങ്കിൽ അതിനിത്തിരി പരിശീലനങ്ങളൊക്കെ ആവശ്യമുണ്ടെന്ന് പറയാണ്. ഏതായാലും ഇപ്രകാരമൊക്കെ ഉപദേശം കൊടുത്ത് ആ പ്രിയവ്രതൻ കാട്ടിലേക്ക് തപസ്സിനായിട്ട് പോയി. അതിനുശേഷം പിന്നെ അദ്ദേഹത്തിന്റെ മൂത്തപുത്രൻ അഗ്നീന്ദ്രൻ രാജ്യഭാരം ഏറ്റെടുത്തു. അയാൾ തപസ്സിന് വേണ്ടി കാട്ടിൽ പോയി. എന്തിനു വേണ്ടിയിട്ടാണ്? ഈശ്വര സാക്ഷാത്കാരായിരുന്നില്ലേ ഉദ്ദേശ്യം? സുന്ദരിയായ ഒരു ഭാര്യയെ കിട്ടണം എന്നുള്ളായിരുന്നു മോഹം. അതിനുവേണ്ടി തപസ് ചെയ്തവരുണ്ട് നമ്മുടെ പൂർവികന്മാര്. അവിടെ ചെന്ന് ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ഉടനെ ബ്രഹ്മാവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, എന്റെ അപ്സരസായിരിക്കുന്ന പൂർവ്വചിത്തിയെ നീ വിവാഹം കഴിച്ചോളൂ. അങ്ങനെ പൂർവ്വചിത്തിയെ വിവാഹം കഴിച്ച് അതിൽ 9 കുട്ടികളുണ്ടായെന്ന് പറയുന്നു. ആ 9 കുട്ടികൾക്കും രാജ്യം ഭാഗിച്ചു കൊടുത്ത് അദ്ദേഹവും തപസ്സിന് പോയി. അതിനുശേഷം നാഭി എന്ന് പറയുന്ന മൂത്തപുത്രൻ രാജ്യം ഭരിക്കുക, ഭാരതഭൂമി. നാഭി കല്യാണം കഴിച്ചിരിക്കുന്നത് മേരുദേവി എന്ന് പറയുന്ന പുത്രിയാണ്, ഒരു രാജപുത്രിയാണ്. അവളിൽ അദ്ദേഹത്തിന് പുത്രന്മാരുണ്ടായി. ആ 11 പുത്രന്മാരുണ്ടായി. അതിൽ മൂത്ത പുത്രനായിരുന്നു ഋഷഭദേവൻ. അങ്ങനെ മേരു ദേവിയും നാഭിയും പിന്നീട് തപസ്സിന് വേണ്ടി കാട്ടിലേക്ക് പോയി എന്നാണ്. ഇനി ഋഷഭന്റെ ചരിത്രമാണ് പറയുന്നത്. ഋഷഭദേവനും വിവാഹം കഴിച്ചു. ആരെ വിവാഹം കഴിച്ച്? അദ്ദേഹം ഇന്ദ്രനുമായി ഒരിക്കൽ ഏറ്റുമുട്ടിയെന്നും ഇന്ദ്രന്റെ പുത്രി ജയന്തിയെ വിവാഹം കഴിച്ചു എന്നാണ് കഥ. അതിൽ അദ്ദേഹത്തിന് 100 കുട്ടികളുണ്ടായെന്ന് പറയുന്നു. ഒരുപക്ഷെ 100 ഉണ്ടാവില്ല, വേറെയും ഭാര്യമാരിലൊക്കെ കൂടിയിരിക്കും. ഒരു ഭാര്യ 100 എന്തായാലും പ്രസവിക്കാൻ പോകുന്നില്ല, അവരൊരു എക്സാഗ്രേഷൻ പറഞ്ഞായിരിക്കും. വേറെയും ഭാര്യമാരുണ്ടായിരിക്കണം. ഏതായാലും ആദ്യത്തെ പുത്രന്റെ പേര് ഭരതൻ എന്നായിരുന്നു. ആ ഭരതൻ രാജ്യം ഭരിക്കാൻ തുടങ്ങിയ കാലം മുതലാണത്രേ ഈ നാടിന് ഭാരതം എന്ന പേര് വന്നത് എന്നാണ്. അതാണ് ഒരു വിവക്ഷ ഭാഗവതത്തിൽ പറയുന്നത്. അതുവരെ നമ്മുടെ മണ്ണിനെ വിളിച്ചത് അജനാഭം എന്നും ആര്യാവർത്തം എന്നൊക്കെയാണ് പേര് വിളിച്ചത്. ആദ്യത്തെ പുത്രൻ ഭരതൻ. പിന്നീടുള്ള 9 പേര് ചെറുപ്പത്തിലെ മഹായോഗികളും മഹാജ്ഞാനികളും ഭാഗവതോത്തമന്മാരുമായി തീർന്നു എന്ന് പറഞ്ഞ് അവരുടെ പേര് പറയാണ് കവീഹരീരന്തരീക്ഷ പ്രബുദ്ധ പിപ്പലായന ആവിർഹോത്ര ദ്രുമിള ചമസ കരഭാജന. ഇവരെക്കുറിച്ച് ഏകാദശ സ്കന്ധത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് വിട്ടു. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കുട്ടികളൊക്കെ ചെറുപ്പത്തിലെ അച്ഛൻ പറഞ്ഞതുപോലെ മനസ്സാണ് തങ്ങളുടെ ജീവിതത്തിന്റെ പരമശക്തി എന്ന് മനസ്സിലാക്കി അതിനെ പരിശുദ്ധീകരിക്കാൻ യജ്ഞഭാവനയിൽ ജീവിച്ച് ദിവസവും ഭാഗവതമൊക്കെ ശ്രവണം ചെയ്ത് മനഃശുദ്ധി നേടിയിട്ട് ബ്രഹ്മണ്യത്വം നേടി എന്ന് ഭാഗവതം പറയാണ്. അപ്പൊ ഇവർ ജന്മനാ ക്ഷത്രിയന്മാരാണ്. പിന്നീട് അവര് ഇതെല്ലാം കേട്ട് ജീവിതം പരിവർത്തനം ചെയ്ത് ബ്രാഹ്മണനായിത്തീർന്നു എന്ന് ഭാഗവതം പറയുന്നു. അപ്പൊ ഇതൊക്കെ നോക്കൂ, നമ്മുടെ പൂർവികന്മാർക്ക് വളരെ വ്യക്തമാണ് ആരാണ് ഈ ബ്രാഹ്മണൻ, എന്താണ് ബ്രഹ്മണ്യത്വം എന്നൊക്കെ പറഞ്ഞാൽ അത് മാനസികമായിട്ടുള്ള പരിവർത്തനമാണെന്ന് നമ്മളോട് ഉറപ്പിച്ചു പറയുകയാണ്. അപ്പോ ഈശ്വരനിലേക്ക് ഉയർത്തേണ്ടത് മനസ്സാണ്, ശരീരമല്ല. അപ്പൊ മനസ്സിനെയാണ് മനസ്സിലാക്കിയെടുക്കേണ്ടത് എന്ന് പറഞ്ഞ് ഋഷഭദേവൻ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഒരു ദിവസം തന്റെ 100 കുട്ടികളെയും തന്റെ
പ്രധാന സഭയിൽ വിളിച്ചു വരുത്തിയിട്ട് അവർക്കൊരു ഉപദേശം കൊടുക്കുന്ന ഉപദേശമാണ് ഋഷഭോപദേശം. ഭാഗവതത്തിലെ അതിമനോഹരമായൊരു ഭാഗമാണ് 5-ാമത്തെ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായമായ ഋഷഭോപദേശം. കുട്ടികളോട് പറയുകയാണ്, കുട്ടികളെ, ചെറിയ കുട്ടികൾ, അവരോടാണ് പറയുന്നത്, നായം ദേഹോ ദേഹപാജം നൃലോകേ കഷ്ടാൻ കാമാൻ അർഹതേ വിഡ്ഭുജാം യേ തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധേതസ്മാൽ ബ്രഹ്മസൗഖ്യം ത്വനന്തം. കുട്ടികളെ, ന അയം ദേഹ, ഈ ദേഹം, ഏത് ദേഹം? മനുഷ്യദേഹം, കഷ്ടാൻ കാമാൻ അർഹതേ ന, കഷ്ടപ്പെട്ട് കുറെ കാമങ്ങൾ മാത്രം അനുഭവിക്കാൻ വേണ്ടി മാത്രമല്ല. ഏതുപോലെ? വിഡ്ഭുജാം യേ, വിഡ്ഭുജങ്ങളെപ്പോലെ, പുഴുക്കളെപ്പോലെ, അല്ലെങ്കിൽ ജന്തുക്കളെപ്പോലെ. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്? തപോ ദിവ്യം പുത്രകായേന സത്വം ശുദ്ധീതസ്മാൽ ബ്രഹ്മസൗഖ്യം അനന്തം. എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ നമ്മൾ ഉത്തരം പറയുക? എന്താ, ജനിച്ചു, ജീവിക്കണോ, കല്യാണം കഴിഞ്ഞു, 2 മക്കളായി, അവരെ വളർത്തി, അങ്ങനെ ഒരു ദിവസം മരിക്കണം. അതാണോ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? പണ്ട് വിവേകാനന്ദ സ്വാമികൾ ആദ്യമായിട്ട് അമേരിക്കയ്ക്ക് പോവുകയാണ് കപ്പലിൽ. അപ്പൊ കൂടെ ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അപ്പൊ വിദ്യാർത്ഥി വിവേകാനന്ദ സ്വാമികളോട് ചോദിക്കുകയായിരുന്നു, അത്രേ, നിങ്ങൾ വളരെ വിദ്യാഭ്യാസമൊക്കെ ഉള്ള ഒരാളാണല്ലോ, ഈ കാവ്യവേഷം എടുത്തിട്ട് എന്തിനാണ് അമേരിക്കയിലൊക്കെ യാചിക്കാൻ പോകുന്നത്? നാണക്കേടല്ലേ, നമ്മുടെ രാഷ്ട്രത്തിന് ചീത്തപ്പേരല്ലേ ഇത്? ഇങ്ങനെ തോന്നിവാസമല്ലേ നിങ്ങൾ ചെയ്യുന്നത്? താങ്കൾക്കിതൊക്കെ അഴിച്ചു വെച്ചിട്ട്, നിങ്ങളാണ് ചിലർ ഇംഗ്ലീഷ് MA ഒക്കെ ആ കാലഘട്ടത്തിൽ പഠിച്ച ആളാണ് അത്രേ വിവേകാനന്ദ സ്വാമികൾ. വല്ല കോളേജിൽ ലെക്ചററോ അല്ലെങ്കിൽ IPSോ IASോ എടുത്തിട്ട് അജാന ബാഹുവായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു വലിയൊരു ഉദ്യോഗസ്ഥനായി തീർന്ന് രാജ്യത്തിന് അഭിമാനം ഉണ്ടാക്കേണ്ട ആളല്ലേ, യാചിക്കാൻ പോകേണ്ടവരാണോ? വിവേകാനന്ദ സ്വാമികൾ ആ കുട്ടിയോടൊന്നും ഉത്തരം പറഞ്ഞില്ല. അതിന് കുട്ടിയോട് തിരിച്ച് മറ്റൊരു ചോദ്യം ചോദിച്ചു, കുട്ടി എങ്ങോട്ടാ പോകുന്നത്? അപ്പൊ അവൻ പറയാൻ, ഞാൻ അമേരിക്കയ്ക്ക് പോകണു. അല്ല, അതെനിക്ക് മനസ്സിലായി, കപ്പൽ അമേരിക്കയ്ക്കാണല്ലോ പോകുന്നത്, അമേരിക്കയിലേക്ക് എന്തിനാ പോണതെന്ന്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ MBBS പഠിക്കാൻ പോകും. ഓ, അപ്പൊ നീ ഡോക്ടറാവാൻ പോവാണ്? ഓ അതെ, ഞാൻ ഡോക്ടറാവാൻ പോവാണ്. ഡോക്ടറായാൽ നീ എന്ത് ചെയ്യും? ഡോക്ടറായാൽ പിന്നെ ഞാൻ പ്രാക്ടീസ് തുടങ്ങും, വലിയ വലിയ ഡിഗ്രിയൊക്കെ എടുത്തിട്ട് ഞാൻ പ്രാക്ടീസ് തുടങ്ങും. എന്നിട്ട് നീ എന്ത് ചെയ്യും? പിന്നെ ഞാൻ കല്യാണം കഴിക്കും. സ്വാഭാവികമാണല്ലോ, ഡോക്ടറായാൽ പെണ്ണ് കിട്ടും നല്ല വീട്ടിൽ നിന്ന്. അപ്പൊ അവളും പറ്റിയ ഡോക്ടറാണോ നോക്കും ഞാൻ. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പിന്നെ കുട്ടികളൊക്കെയാവും. പിന്നെന്ത് ചെയ്യും? അവരെയും ഞാൻ പഠിപ്പിച്ച് അവരെയും ഡോക്ടറാക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പൊ അവർ ഡോക്ടറായി, അവരൊക്കെ വളർന്ന് പിന്നെ അവരും കല്യാണം കഴിക്കും. പിന്നെന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് നഴ്സിംഗ് ഹോമൊക്കെ തുടങ്ങും. ഞങ്ങളെല്ലാവരും കുടുംബ ബിസിനസ്സായിട്ട് അവിടെ അങ്ങോട്ട് തുടങ്ങും പലതും. അങ്ങനെ പിന്നെന്ത് ചെയ്യും? അപ്പോഴേക്കും അവരുടെ കുട്ടികൾ വളരാൻ തുടങ്ങും. എന്നിട്ട് അപ്പൊ ഞങ്ങളൊക്കെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ആവില്ലേ, പ്രായമാവില്ലേ? അപ്പോഴേക്കും പിന്നെ പേരക്കുട്ടികൾ വളർന്ന അവരെ MBBS പറഞ്ഞയക്കും. എന്നിട്ട് എന്ത് ചെയ്യും? അപ്പോഴേക്കും ഞങ്ങൾ പ്രായമായി മുത്തശ്ശനും മുത്തശ്ശിയും കിളവയൊക്കെ. എന്നിട്ട് ഒരു ദിവസം മരിച്ചു പോകുന്നു. അപ്പൊ ഇത് കേട്ടപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറയാണ്, മരിക്കാൻ ഇങ്ങനെയൊക്കെ സുഹൃത്തെ കഷ്ടപ്പെടണോ? ഈ കടലിലേക്ക് ചാടിയ വെളുപ്പത്തിൽ നിനക്ക് ചത്തുകൂടെയാണ്. ഇതിന് നീ ഡോക്ടറായി, കല്യാണം കഴിഞ്ഞ് കുട്ടികളെ ഡോക്ടറാക്കി, നഴ്സിംഗ് ഹോം തുടങ്ങി, ഇത്രയൊക്കെ ടെൻഷനൊക്കെ അനുഭവിച്ചിട്ട് വേണോ ചാവല്? ഇപ്പം ചാടിക്കോളൂ, വേണേ ഞാൻ പിടിച്ചിട്ടാ നിന്നെ കടലിലേക്ക് ഇന്ന് വേണോന്ന്. ഞാൻ ചാവാൻ വേണ്ടി പോവല്ല, ചാവാതിരിക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പോവുകയാണ് എന്ന് വിവേകാനന്ദ സ്വാമികൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയായിരുന്നു അത്രേ. അപ്പൊ എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ഇത് നമ്മളോട് ചോദിക്കേണ്ട ചോദ്യമാണ്. നമ്മൾ ജീവിക്കുന്നത് മരിക്കുന്നത് വരെ ആനന്ദമായിട്ട് ജീവിക്കാനാണ്, സന്തോഷമായിട്ട് ജീവിക്കാനാണ്. എന്ന് മരണം വരും നമുക്കറിയില്ല. പക്ഷെ മരിക്കുന്നത് വരെ ആനന്ദം വേണം, മരിക്കുന്നത് വരെ സന്തോഷം വേണം, മരിക്കുന്നത് വരെ സമാധാനം വേണം. ഇതെവിടുന്ന് കിട്ടും? കടയിൽ പോയാൽ ചോദിച്ചാൽ കിട്ടുമോ? ഒരു 2 കിലോ ആനന്ദം തരുമെന്ന്. എന്താ, നെയ്യോ? ആനന്ദം എന്ന് പറഞ്ഞാൽ ഗുജറാത്തിലെ നെയ്യുടെ പേരാണ്. ഇവിടെ നെയ്യ് കിട്ടും. നെയ്യ് പോലെ തരാൻ പറ്റുമോ? അത് മനസ്സിലായില്ലേ? 2 കിലോ സന്തോഷം വേണമെന്ന് പറഞ്ഞാൽ എടുത്ത് തരാൻ പറ്റുന്നൊരു സാധനമല്ലല്ലോ. അത് നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്ന് പറയാം. അപ്പൊ അതെങ്ങനെ ഉണ്ടാക്കാൻ സാധിക്കും? അത് ഉണ്ടാക്കണമെങ്കിൽ അതെവിടെ ഇരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് വേണം. ഒരു തേനീച്ചയ്ക്ക് അറിയാം എവിടെയാണ് തേനിരിക്കുന്നത് എന്ന്. പ്ലാസ്റ്റിക് പൂവും ഒറിജിനൽ പൂവും കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇന്നേ വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഒരു തേനീച്ച പ്ലാസ്റ്റിക് പൂവിൽ ചെന്നിരിക്കുന്നത്. അതിന്റെ സെൻസ് കൊണ്ട് അതിനറിയാം തേനിരിക്കുന്നത് ഒറിജിനൽ പൂവിലാണെന്ന്, ഇല്ലേ? അത് അതിൽ തന്നെ ചെന്നിരിക്കുന്നവരെയാണ്. ഇതുപോലെ നിങ്ങൾ എറുമ്പിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എവിടെയാണോ മധുരം അല്പം തുറന്നു വെച്ച് നോക്കൂ നിങ്ങൾ, അതിന്റെ സ്മെല്ല് തട്ടിക്കഴിഞ്ഞാൽ എത്രയോ കിലോമീറ്ററിൽ നിന്നും നടന്നുകൊണ്ട് അത് എഴഞ്ഞുകൊണ്ട് അവിടെ എത്തിച്ചേരും.
അപ്പൊ അതിനറിയാം അവിടെ മധുരമുണ്ടെന്ന്. എന്നാൽ നിങ്ങൾ പഞ്ചസാര ഭരണിയിൽ എറുമ്പിനെ പറ്റിക്കാൻ വേണ്ടി സാൾട്ട് എഴുതി വെച്ചാൽ അവന് കൺഫ്യൂഷൻ ആവൂ? അവനൊരിക്കലും കൺഫ്യൂഷൻ വരില്ല. അവൻ നോക്കിയിട്ട് ഞാൻ വിചാരിച്ചു പഞ്ചസാരയാണെന്ന്, പക്ഷെ ഇവിടെ എത്തിയപ്പോഴല്ലേ മനസ്സിലായി സാൾട്ട് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. സോറി, ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇന്നേ ഒരു എറുമ്പും പറഞ്ഞിട്ടില്ല. അവനറിയാം ഏതാ പഞ്ചസാര ഏതാ സാൾട്ട് എന്നുള്ളത്. അതുകൊണ്ട് അവന്റെ സെൻസ് പോലെ നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു വിവേകത്തിന്റെ സെൻസ് വേണം. എന്താ സെൻസ്? എവിടെയാണ് സന്തോഷമിരിക്കുന്നത്, എവിടെയാണ് ആനന്ദമിരിക്കുന്നതെന്ന് എപ്പോഴും നമ്മളോട് ചോദിക്കണം.